പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഡോക്ടർ സൈജു ഖാലിദാണ്. പക്ഷികൾ അതിരാവിലെ കൂടുവിട്ട് പുറപ്പെടുകയും സന്ധ്യയാകുമ്പോൾ അവ തിരികെ വരികയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? യാതൊരു വിളിച്ചെഴുന്നേൽപ്പിക്കലുമില്ലാതെ എത്ര കൃത്യമായിട്ടാണ് അവരവരുടെ ജീവിതം ആരംഭിക്കുന്നത്. സിർക്കാഡിയൻ റിതം എന്ന് പറയുന്ന ജൈവ ഘടികാര സംവിധാനമാണ് പക്ഷികളെ കൊണ്ട് അത്തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. സമാനമായൊരു റിതം നമ്മളുടെ ശരീരത്തുമുണ്ട്. നമ്മളെയും എഴുന്നേൽപ്പിക്കുകയും ഉറക്കുകയും അതുപോലെ നമ്മുടെ ദഹന വ്യവസ്ഥകളെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ദിവസത്തിൻ്റെ ആകെത്തുക എന്ന അർത്ഥത്തിലുള്ള സിർക്കാഡിയൻ റിതം അതാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ ആരും വളരെ ഗൗരവമായി ചിന്തിക്കാത്ത ആ ജീവിതക്രമം തെറ്റുമ്പോൾ നമ്മുടെ ശരീരം അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ആ സിർക്കാഡിയൻ റിതം തെറ്റിയാൽ എന്ത് സംഭവിക്കും, തെറ്റാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ദയവായി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ഈ സിർക്കാഡിയൻ റിതം പ്രവർത്തിക്കുന്ന പ്രധാനമായി 3 കാര്യങ്ങളെ അപേക്ഷിച്ചാണ്. ഒന്ന്, കണ്ണിലടിക്കുന്ന പ്രകാശം. രണ്ടാമത്തത് നമ്മളുടെ സമയക്രമീകരണം. മൂന്നാമത്തത് മെലറ്റോണിൻ എന്ന് പറയുന്ന വസ്തുവിൻ്റെ ഉൽപ്പാദനം. ഈ 3 കാര്യങ്ങളുമാണ് നമ്മളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ, ജീവിത ക്രമങ്ങളെ തീരുമാനിക്കുന്നത്. ഏറ്റവും ആദ്യത്തേത് കണ്ണിലേക്ക് അടിക്കുന്ന പ്രകാശം. അത് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്രിമ വെളിച്ചത്തിൻ്റെ തലത്തിൽ അങ്ങനെ ഇരിക്കുകയും അവർക്കത് ക്രമേണ അവരുടെ ആ താളം തെറ്റിപ്പോവുകയും ഒത്തിരി തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തത് സമയങ്ങൾ, ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് എഴുന്നേൽക്കണം. മൂന്നാമത്തത് തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന രാസവസ്തു. ആ കെമിക്കലാണ് ശരിക്കും നമ്മളുടെ ശരീരത്തിനെ, ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്. ഈ 3 വസ്തുക്കൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു താളക്രമമാണ് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മേഖലയിലുള്ള ഒരു നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ കമ്പ്യൂട്ടർ സംബന്ധമായ ജോലി ചെയ്യുന്നവർ, അതേപോലെ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നവർ, പോലീസ് സേനയിലൊക്കെ ജോലി ചെയ്യുന്നവർ, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശ്രദ്ധയോടുകൂടി അവർ പാലിച്ച് മുന്നോട്ട് പോകണം. അവർ ആ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്ന് കിടക്കുമ്പോൾ ഈ പ്രകാശമുള്ളിടത്ത് നമ്മളുടെ കണ്ണ് അല്ലെ നമ്മുടെ മൈൻഡ് സമ്മതിക്കില്ല. ആ സെറ്റിങ് ഇരുട്ടിനോടാണ് ഉറക്കവുമായി നമ്മുടെ തലച്ചോറ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രകാശത്തിലുള്ള ഉറക്കം അവരെ സംബന്ധിച്ച് വളരെ ശരിക്കും ഒരു ചടങ്ങിന് വേണ്ടി ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാകും. പക്ഷേ ഒരു കൃത്യമായ എന്താണ് അവരുടെ ശരീരത്തിന് കിട്ടുന്നത്, ഉറക്കത്തിലൂടെ കിട്ടേണ്ടത് എന്താണോ അത് ഒരു പക്ഷേ അവർക്ക് കിട്ടാതെ ആകുകയും ചെയ്യും. അതുകൊണ്ട് അവർ ആ റൂമിനെ ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ക്രമപ്പെടുത്തിയിട്ട് വേണം അങ്ങനെയുള്ള ഷിഫ്റ്റ് കഴിഞ്ഞുള്ള ഉറക്കത്തെ ക്രമപ്പെടുത്താൻ എന്നുള്ളതാണ് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർ ചെയ്യേണ്ടത്. ഒരുപാട് നമ്മൾ ഈ സിർക്കാഡിയൻ റിതത്തിനെ, നമ്മുടെ ആ ജൈവ ഘടികാരത്തെ തെറ്റിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയം, അതേപോലെ അകാല നര, മുടി കൊഴിച്ചിൽ, ഒരുപാട് വണ്ണം വെക്കുക, പിന്നെ സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹന വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹൃദ്രോഗ പ്രശ്നങ്ങൾ, പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, അതേപോലെ ദഹന വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, ബുദ്ധിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അകാരണമായി ദേഷ്യപ്പെടുന്ന സ്വഭാവം, എടുത്തടിച്ച പോലെ വർത്തമാനം പറയുക, പ്രകോപിതനാകുക, ഇങ്ങനെ മാനസികമായും ശാരീരികമായും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് ഈ ബയോളജിക്കൽ ക്ലോക്കിലുണ്ടാകുന്ന തെറ്റൽ. നമ്മൾ അധികമായി ശ്രദ്ധിക്കാറില്ല. രാത്രി 2 മണി വരെ ഇങ്ങനെ ഇരിക്കുക, അതിനുശേഷം കിടന്നുറങ്ങുക, നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കാതെ ഉച്ചയോടുകൂടി എഴുന്നേക്കുക, ഇങ്ങനെയൊക്കെ പുതിയ ജീവിത ശൈലികളൊക്കെ വന്നപ്പോൾ മിക്കവരും നമ്മളുടെ ബോഡി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജൈവ ഘടികാരത്തിനെ തെറ്റിച്ചിട്ടുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടത് നമ്മളുടെ ശാരീരികമായ മാനസികമായ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സിർക്കാഡിയൻ റിതം എങ്ങനെ ചിട്ടപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തേത് 8 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ കഴിയുക എന്നുള്ളതാണ്. രാത്രി ആകുമ്പോൾ നമ്മുടെ ശരീരം ശരിക്കും നേരെ ഇരുട്ടി വരുമ്പോഴത്തേനും ഉറങ്ങാനുള്ള ടെൻഡൻസിയും നേരെ കണ്ണിൽ വെട്ടമടിക്കുമ്പോൾ എഴുന്നേക്കാനുള്ള ടെൻഡൻസിയുമാണ്. അതിനെ പ്രകൃതിപരമായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ആ റിതം വീണ്ടും നമുക്ക് ചിട്ടപ്പെടുത്തി എടുക്കുവാൻ കഴിയും.
രണ്ടാമത്തെ കാര്യം, എഴുന്നേറ്റ ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരല്പം ഗ്യാപ്പിട്ട ശേഷം വേണം രാവിലത്തെ ഫുഡ് കഴിക്കാൻ. മൂന്നാമത്തെ കാര്യം, ഒരമണിക്കൂറെങ്കിലും സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കത്തക്ക രീതിയിലുള്ള പുറത്തുള്ള നടത്തോ മറ്റ് എന്തെങ്കിലും എക്സർസൈസ് കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അടുത്ത കാര്യം, ദിവസവും കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമ്മളത് ശീലിച്ചു പോകണം. പിന്നീടുള്ളത്, കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കണം. ഏറ്റവും അവസാനമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ TV, ഫോണ് അങ്ങനെ കൃത്രിമ പ്രകാശം വരുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. ഈ 6 കൂട്ടം കാര്യങ്ങളാണ് സിർക്കാഡിയൻ റിതം നമുക്ക് ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുക. എന്തായാലും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, എന്നാൽ നമ്മൾ അശ്രദ്ധമായി വലിയ കാര്യമില്ല എന്ന് കാണുന്ന ഒരു ഭാഗമാണിത്. ജീവിതത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് എന്നുള്ളത് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടതും നമ്മുടെ ശരീരത്തെ വളരെയധികം ബാധിക്കുന്നതുമായൊരു പ്രശ്നമാണ്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.